ജ്ഞാനം 7 7 വാക്യം തന്നെ എടുക്കും. ഞാൻ ചൈതന്യം വരാൻ പ്രാർത്ഥിച്ചാൽ വിവേകം വരും കേട്ടോ. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജ്ഞാനം. ഇപ്പൊ നിങ്ങളെ വിളിച്ചോട്ട് ആ സ്നേഹം കാണിച്ചാൽ നിങ്ങൾ ഞാൻ തിരുത്ത 1:9 ഏത് ആ ജ്ഞാനമാണ് വരുന്നത്. ജ്ഞാനത്തിന് വിവേചന ശക്തി ഉത്തരവാദിത്തം വഹിച്ചുവന്ന സ്നേഹമായിരിക്കും. അപ്പൊ അറിയാൻ സാധിക്കും. ഡിസൈൻമെന്റ് അങ്ങനെ കിട്ടുന്നത്. ഡിസൈൻമെന്റ് എടുക്കുന്ന വായിൽ നിന്ന് മത്തായി 12 33-37 വനത്തില് ഒന്ന് വായിച്ചത്. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അലരി സമ്മതിയുടെ ദുഷ്ടരായിരിക്കും നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിന്റെ നിലവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടരാവട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ പൂർണ്ണമായി അർപ്പിക്കണം. യോഗങ്ങൾ സൗഹാർദ്ദ ആണത്. ഞാനാണ് വഴി സത്യവും ജീവനും. എന്നിൽ കൂടി എല്ലാവരും ആർക്കും ഈശ്വരൻ വരാൻ സാധിക്കില്ല, ആർക്കും പിതാവിനോട് വരാൻ സാധിക്കില്ല, ആർക്കും ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല, ദൈവത്തെ അറിയാൻ സാധിക്കില്ല. വചനം കേൾക്കാതെ എങ്ങനെ വിശ്വാസിയാവും? റോമ 10:17 കേൾവിയിൽ കൂടിയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. കൂടുതൽ കൂടുതൽ കേട്ട് വരുമ്പോൾ നിങ്ങൾ വിശ്വാസങ്ങളാവും. ഇനി വായിക്കാറ് പ്രഭാഷക മോഹൻ കണ്ടിന്യൂ. അപ്പനെ ബഹുമാനിക്കുമ്പോ അമ്മയെ ബഹുമാനിക്കുമ്പോ വാഴ്ചത്വം ചെയ്യുന്ന പാപമാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നു. അവരെയാണ് മക്കൾ സന്തോഷിപ്പിക്കുന്നത്. കണ്ടോ? ഇപ്പൊ നിങ്ങള് നമ്മുടെ പിതാവിനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ ബഹുമാനിക്കില്ല. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതെ, പിതാവിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. പിന്നെ കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. അമ്മയെ കുറ്റം പറഞ്ഞവരുണ്ടല്ലോ. ഇത് പറഞ്ഞത് മലങ്കാക്ക വന്ന് കഴിയണ്ട. അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം മാപ്പ് വെച്ചിട്ട് വളർച്ചിട്ടുണ്ട്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സുഭാഷിതങ്ങൾ 30:17 ചെയ്തിട്ടുണ്ടാവേ. അനങ്ങാതിരിക്കുക. ഇപ്പത്തിനൊന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവസ്ഥയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. എന്റെ അവസ്ഥയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഓർക്കുന്നത് അമ്മയെ മനുഷ്യൻ പോകും. അപ്പോഴും ഓർക്കുന്നത് ഞാൻ എന്റെ അമ്മയെ ഇപ്പൊ ഞങ്ങൾ മരിച്ചു അമ്മ വരെ എന്ത് സന്തോഷമായിരിക്കും. ഒന്ന് കാണാമെന്നില്ല. ഇപ്പോഴല്ലേ ഓർക്കുന്നത് അല്ലേ? അന്ന് ഓർത്തില്ല നമ്മള്. അപ്പൊ അതിന് ചെയ്യുന്നതാ ഇത് പ്രാർത്ഥിക്കണം. അപ്പൊ അമ്മയുടെ ആത്മാവിന് വേണ്ടി അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യാക്കോബ് 19:20 പറയുന്ന പോലെ ഒരു പാപീനെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. നിങ്ങളെ അനേകം പാപങ്ങൾ നിങ്ങള് ദൈവം അവിടെ മാപ്പ് നൽകി കൂടുതൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ കൗൺസിലേഷനൊക്കെ വേഗം കർത്താവിനോട്ട് വരുന്നത്. കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അനേകം കർത്താവിനോട്ട് കൊണ്ടുവരികയാണ്. അതാണ് ഈ ഇസെക്കിയേൽ 34:16 പറയുന്നത്. അതൊന്ന് വായിച്ചാൽ കൊള്ളായിരുന്നു. നിങ്ങളെല്ലാം ദൈവം ഉയർത്തുന്ന പരിപൂർണ്ണ വിശ്വസ്ത. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റി പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവ്വം ഞാൻ അവയെ പോറ്റും. കണ്ടോ? എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ നല്ല വിഭവം വരെ കൊടുക്കും. ഏശയ്യാ പ്രവാചകൻ 58 10-12 വരെ വരാൻ പറഞ്ഞിരിക്കുന്ന പോലെ വിഭവ സമൃദ്ധമായി നിങ്ങൾ അവർക്ക് കൊടുക്കുക. വചനം നിങ്ങൾ ഏത് വചനം നാം കൊടുക്കുന്നു അതെല്ലാം ഏറ്റിരിക്കും. ഏത് വചനം നമ്മൾ പറഞ്ഞു ഇരിക്കാൻ സ്വീകരിക്കലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? വേറെ ആളുണ്ടല്ലോ. ആരാ? അവൻ ഇല്ലെന്നും പറഞ്ഞല്ലോ നടക്കുന്നത്. ലൂക്ക 8:12 അവൻ തട്ടിക്കൊണ്ടുപോകും. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഷാജി ബ്രദർ വനം കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ടാണ് കിട്ടാൻ വചനം കൊടുത്തുകൊണ്ട് കാര്യം എന്തുകൊണ്ടാണ്? ഷാജി ബ്രദർ ആത്മാവിലാത്മാവിക്കുന്നു. നമുക്ക് പലർക്കും ഷാജി ബ്രദറിന്റെ ക്ലാസ് കേട്ടുകാണുമല്ലോ. അവരെല്ലാം ദൈവക്കാവും. അവരെല്ലാം ബന്ധുവന്മാരാണ്. ദൈവം ഇനി നിങ്ങൾക്ക് വേണ്ടിയാണ് ഷാജി ബ്രദർ പോയത്. നിങ്ങളെല്ലാം
ആ പുലികളെല്ലാം അനുഭവിക്കുക. അവരെല്ലാം മുൻകാലത്ത് ലോകത്തിലെ ഏറ്റവും ശക്തന്മാരായിട്ട് ഒരാൾക്കവിടെ നിൽക്കാൻ സാധ്യമല്ല. നിൽക്കാൻ സാധിക്കുമോ? അത് കൈ പൊക്കിയാല് കേട്ടോ. പുറപ്പാട് 17 14 വനത്തില് മോസസ് കൈ പൊക്കിക്കൊണ്ടുവന്നപ്പോ നമ്മളും കൈ പൊക്കിക്കൊണ്ടുവന്നാലോ എല്ലാം വിജയിക്കും. അറിയാതെ സൗകര്യം കേട്ടോ. 1 തിമോത്തി 2:8 പുരുഷന്മാരുടെ കരങ്ങളെല്ലാം പവിത്രങ്ങളാണ് പോലെ. അത് നമ്മൾ അനുഭവിക്കാത്തത് കൈ പൊക്കിയത് പൊക്കണമെന്ന് പറയാൻ പ്രഭാഷകൻ 15 9 പറഞ്ഞു. ഭാഗ്യം ഒരിക്കലും കൈവക്കല്ല. അർഹിച്ചോണ്ടല്ലോ എത്രയാണ് കൈവക്കണം? പൊങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നവരാരും ഈശ്വരൻ വരുമോ? പ്രാർത്ഥന വരുമോ? ഇല്ല. യോഹന്നാൻ 3:20. ഞാൻ ഒരിക്കൽ ഈ വയനം ഒരു സഹോദരിക്ക് കൊടുത്തിട്ട് പിന്നെ സൗകര്യം പോയി എന്നേക്കുമായിട്ട് പോയിക്കോ കണ്ടോ. അതായത് ആ സമയത്ത് എന്നെ വയനം പഠിപ്പിക്കാൻ വന്നപ്പോ സൗകര്യം വന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചെവി വെക്കുക മനസ്സിലായോ. അതിൽ വരുമ്പോ എങ്ങനെയാണ് വരണത്? എങ്ങനെയായിരുന്നു ഹായ് ചെയ്തിട്ട് പ്രഭാഷകൻ 19 29 30 വാക്യത്തിലൊന്ന് വായിച്ചാൽ കൊള്ളായിരുന്നു. ഒരാളെങ്ങനെ അറിയും? വചനം തന്നെ വായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. അല്ലെങ്കിൽ പറയാൻ ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. മതിയായോ? വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യൻ. അപ്പൊ ഇയാൾ ഇവാഞ്ചലിസേഷൻ വന്നാലോ അവിടെ എന്താ പ്രവർത്തിക്കുന്നത് അറിയാമോ? മത്തായി 18:6-9 വരെയുള്ളതാണ്. ഈ പുള്ളിക്കാരത്തെ കെട്ടി എവിടെ കൊണ്ടാണ്? കടലിൽ കെട്ടി താത്തണം. ആർക്കൊക്കെ ഉണ്ടാക്കുക? ഈശ്വരനെ കൊടുക്കാൻ വരുന്നതാണോ? ദുഷ്പ്രേരണ. എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞ വചനങ്ങളെല്ലാം അത് 2000 വർഷത്തിന് മുമ്പ് പൗലോസ് പറഞ്ഞാണ്. ഇപ്പൊ അത് മാറിപ്പോയി. പുതിയ ആണോ? വചനം മാറുമോ? ഇല്ല. എവിടെയാണ്? മർക്കോസ് 11:31. വചനത്തിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. 100 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വല്ലതും ഉണ്ടാവോ? ഒരാളും പൊട്ടി പോലും കാണില്ല. പക്ഷെ വചനം ഉണ്ടാവോ? വാചനം നമ്മുടെ ആരുടെ കൂടെ ആയിരിക്കണം? യേശുവിന്റെ കൂടെ തന്നെ ആയിരിക്കും. അവിടെ വെച്ച് ഭാര്യ ഭർത്താവിനെ നിശ്ചയം കിട്ടുമോ? അവിടെ എല്ലാം ഒരുപോലെ ആയിരിക്കും കേട്ടോ. അതാണ് മർക്കോസ് 12 20-26 ഇവിടെ കിടന്നാൽ ഭാര്യ ഭർത്താവിനെ തല്ലിപിടുത്തോ കാശിന്റെ കണക്കുറച്ചിനും ഇത് ചോദ്യമോ മാസോ പെയ്തോ യഥാർത്ഥത്തിൽ സഹോദരികളോ നെടുമ്പെട്ട് വന്ന ഭർത്താക്കന്മാരെല്ലാം മാനസാന്തരത്തിൽ 1 10 3 1 തൊട്ട് 7 വരെ 7 പറയുന്നില്ല. ഭർത്താക്കന്മാരും ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരെ ബഹുമാനത്തിലേക്ക് കേൾക്കൂല. അത് പറയുമ്പോഴാണ് പല മക്കളുമാരും ഡോക്ടർമാരും ഒക്കെ ദേഷ്യപ്പെടുന്നത്. ഇത് പറയുമ്പോൾ ഭാര്യ വീടിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോ ക്ഷമിച്ചവരാണോ? വൈരാഗ്യം തോന്നും ചിലപ്പോൾ ഭാര്യ വീട്ടിനോട്, ചില ഭർത്താവിന്റെ വീട്ടിനോട്. കാര്യം നിങ്ങൾ ചെല്ലുമ്പോ ആദ്യം വലിയ പ്രതീക്ഷകളെയൊക്കെ കല്യാണം കഴിച്ചേക്കുന്നു. അമ്മായി എന്നെ കുത്തുവാക്ക് പറയാൻ തുടങ്ങും, നാക്കും പറയാൻ തുടങ്ങും, ഭർത്താവ് കിട്ടാപ്പാണേപ്പോഴ കാര്യം പുള്ളിക്ക് അത്രയും കൊല്ലം അടിമതിക്കാണ് ജീവിച്ചതാണ്. അപ്പൊ പിന്നെ ധൈര്യം ഉണ്ടാകില്ല. അപ്പൊ ആരാ ധൈര്യം കൊടുക്കുന്നത്? സ്നേഹം കൂടുതൽ കൊടുക്കണം. ഭാര്യ ഭർത്താവിന്റെ ഏത് അവയത്തിൽ നിന്നാണ് ഉണ്ടായത്? വാരിയിൽ നിന്ന്. അപ്പൊ വാരിയല് താഴെ പോയത് ഭാര്യ ഭർത്താവിന് വാരിയിൽ നിന്നില്ലെങ്കിൽ നിൽക്കുമോ? അതിനാണ് നിങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കണമെന്ന് പറയുന്നത്. അല്ലോ, അതുകൊണ്ട് ഭാര്യ ഭർത്താവ് ഒന്നാണ്. അവിടെയാണ് ദൈവത്തിന്റെ കൃപ വരുന്നത് കേട്ടോ. ഞാൻ അത് തന്നെ വായി പ്രഭാഷകൻ
കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും. പാവങ്ങളിലെ കടം വീഴുന്നതിന് അത് ഉപകരിക്കും. പാവങ്ങളെല്ലാം പോയില്ലേ? സകല പാപങ്ങളും പോയി. പിതാവിനെ ബഹുമാനിച്ചിട്ട് എന്ത് തന്നെയാണെങ്കിലും ശരി, മദ്യപാനിയാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും എല്ലാം നശിപ്പിച്ചു കളഞ്ഞാണ് ഗോളിൽ അങ്ങനെ ബഹുമാനിച്ച് സ്റ്റേജിലേക്കണം. നമ്മുടെ ഇവിടെ നടക്കണ എങ്ങനെയാണ്? നേരെ വിപരീതമാണ്. കണ്ടോ? അപ്പൻ എനിക്കൊന്നും ഉണ്ടാക്കി തന്നില്ല. തന്നില്ല. അപ്പൊ പിന്നെ അപ്പനെ വെച്ചെടുത്തോ? അപ്പോ ഇതുകൊണ്ടാണ് യോഹന്നാൻ 12:26 പറയുന്നത്. ആ വചനത്തിൽ വളരെ അർത്ഥവമാണ്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതോ പിതാവ് ബഹുമാനം ആ എളിമയാണ്. അപ്പനെ സ്നേഹിക്കുമ്പോ, അപ്പനെ ബഹുമാനിക്കുമ്പോ എളിമ. അപ്പൊ നമ്മളെല്ലാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപ്പനൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് അവരുടെ കരുണ കാണിക്കും. ദൈവം കാരുണ്യവാനാണ്, ഭയങ്കരമായിട്ട് കാരുണ്യമാണ്. നമുക്ക് തന്ന കാര്യം അവർക്കും കൊടുക്കും.